ഗുഡ് മോർണിംഗ്. ഞാനിന്ന് നിങ്ങളുടെ അടുത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യത്തെപ്പറ്റി സംസാരിക്കാനാണ് വന്നിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും ബാധകമായ ഒരു കാര്യം. ഇന്ന് നിങ്ങൾ എങ്ങനെയാണ് സ്കൂളിലോട്ട് പോകുന്നത്? ബസ്സിലാണ്. ബസ്സിൽ, സൈക്കിളിൽ, പല രീതിയിൽ നിങ്ങളിങ്ങോട്ട് സ്കൂളിലോട്ട് വന്നു. നിങ്ങളിങ്ങോട്ട് പോന്നപ്പോഴത്തേക്കും നിങ്ങൾ എന്തൊക്കെ കണ്ടു? പ്രത്യേകിച്ചൊന്നും കണ്ടു കാണില്ല. വഴിയിൽ വണ്ടിയുണ്ടോ, നിങ്ങളെ വല്ലവരും തട്ടുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് കാണുള്ളൂ. അതേസമയം നിങ്ങൾ ഒരു യാത്ര പോവുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ബസ്സിലായിരിക്കും, അല്ലെങ്കിൽ കാറിലായിരിക്കും. അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നിങ്ങളുടെ കണ്ണിലൂടെ ഒത്തിരിയേറെ ബിൽഡിങ് പോകുന്ന കാണാം. ഒത്തിരിയേറെ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ കാണാം, സ്കൂളുകൾ കാണാം, മറ്റ് ഓഫീസസ് കാണാം. ഇതെല്ലാം കാണാറുണ്ടല്ലേ? അവയൊക്കെ നിങ്ങൾ ബോർഡെല്ലാം വായിച്ച് പോകും. അപ്പോൾ ഇതൊക്കെ ആരാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ഒത്തിരി ഹോസ്പിറ്റലും അതും മറ്റു പലതും കാണാറുണ്ടല്ലോ. ഇതൊക്കെ ആരാണ് നിർമ്മിച്ചിരിക്കുന്നത്? ഗവൺമെൻറ്. ഗവൺമെൻറ്റിനെ ആരാണ് നിയോഗിച്ചിരിക്കുന്നത്? ആരെങ്കിലുമൊക്കെയൊന്നും അല്ല, ഇത് നമ്മൾ തന്നെയാണ്. ഗവൺമെൻറ് ഇതെല്ലാം നിർമ്മിക്കുന്നുണ്ടെങ്കിലും നമ്മളാണ് ഇതിൻ്റെ എല്ലാ ഉടമസ്ഥര്. നമ്മളാണ് ഇതെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. രാവിലെ എഴുന്നേറ്റ് സ്കൂളിൽ നിന്ന് ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ ഭയങ്കര മഴയായിരുന്നു. നമ്മളാരും എഴുന്നേറ്റപ്പോൾ താമസിച്ചു പോയി. അപ്പോൾ ഉടനെ അമ്മ ഞാൻ ഒരുങ്ങിയിട്ടില്ല, എന്നെ ഒന്ന് കൊണ്ടുപോയി ആക്ക് എന്ന് അമ്മയോട് നമ്മൾ പറയുമ്പോൾ അമ്മ ഉടനെ പറയും, എന്ത് പറയും? എടി പെട്രോളില്ല, വണ്ടിക്കകത്ത് പെട്രോളില്ല, നീ അങ്ങ് നടന്നു പോയാൽ മതി, അല്ലെങ്കിൽ സൈക്കിളിൽ പോയാൽ മതി എന്ന് പറയും. അമ്മ പെട്രോൾ ബങ്ക് വരെ എത്തിയാൽ മതി, അവിടുന്ന് പെട്രോൾ അടിക്കാമല്ലോ എന്നുള്ള സൊല്യൂഷൻ നമ്മൾ അമ്മയ്ക്ക് കൊടുത്തു കഴിയുമ്പോൾ അമ്മ ഉടനെ പറയും അച്ഛനോട് പറഞ്ഞ് നമ്മളെ കൊണ്ടുപോകും. നമ്മളവിടെ പോയി പെട്രോൾ അടിക്കുമ്പോൾ നമ്മൾ അടയ്ക്കുന്ന പൈസ, ആ പൈസയുടെ കുറച്ച് പെർസെൻറ്റേജ് ഗവൺമെൻറ്റിലേക്കാണ് പോകുന്നത്. അങ്ങനെ പല രീതിയിലുള്ള വരുമാന മാർഗങ്ങൾ, ആ വരുമാന മാർഗങ്ങൾ നികുതി എന്ന പേരിലാണ് നമ്മുടെ ഗവൺമെൻറ്റിലോട്ട് പോകുന്നത്. ഈ നികുതി ഉപയോഗിച്ചിട്ടാണ് പല സ്ഥാപനങ്ങളും നമ്മുടെ നാട്ടിലുള്ള പല സംഭവങ്ങളും നമുക്ക് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഒരുക്കുന്നത്. അപ്പോൾ ഗവൺമെൻറ്റിനെ കൊണ്ട് നമ്മൾ ചെയ്യിക്കുന്നതാണ്. ഈ നികുതി ഇനത്തിൽ കിട്ടുന്ന വരുമാനങ്ങൾ ഇത് പെട്രോളിന് മാത്രമല്ല, നമ്മൾ വാങ്ങുന്ന ഒരു ചോക്ലേറ്റിൻ്റെ വരെ ഇത്ര പെർസെൻറ്റേജ് നമ്മൾ ഗവൺമെൻറ്റിലോട്ട് പോകുന്നുണ്ട്. കമ്പനി കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ വാങ്ങുന്നു, കമ്പനി അത് ഗവൺമെൻറ്റിലോട്ട് അടയ്ക്കുന്നു. അങ്ങനെ കിട്ടുന്ന ഈ പൈസയാണ് നമ്മളുടെ ഈ പൊതുവായിട്ടുള്ള വരുമാന മാർഗം. ആ മാർഗം ഉപയോഗിച്ചിട്ടാണ് നമുക്ക് വേണ്ടുന്ന കൺവീനിയൻസ് എല്ലാം ഗവൺമെൻറ് ഒരുക്കുന്നത്. നിങ്ങൾ വലിയ ബസ്സിലൊക്കെ വലിയ ലോങ് ട്രിപ്പൊക്കെ യാത്ര പോയി കഴിയുമ്പോൾ തിരിച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് അത്യാവശ്യം കൊണ്ട് നമ്മൾ ഏതെങ്കിലും പബ്ലിക് ടോയ്ലറ്റിലൊക്കെ കയറിയിട്ടുണ്ടോ? നിങ്ങൾ പബ്ലിക് ടോയ്ലറ്റിലൊക്കെ കയറി കഴിഞ്ഞാൽ അത് യൂസ് ചെയ്യാനായിട്ട് കയറിയിട്ടില്ല. എന്തുകൊണ്ടാണ്? അവിടെ യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് മടിയാണ്. ആരെങ്കിലും ഒക്കെ കയറിയിട്ടുണ്ടാകും. അവർ പറഞ്ഞു കാണും ഇവിടെ പോകണ്ട. ഇതൊക്കെ ഇതാരാണ് സംരക്ഷിക്കുക? ഇതാരാണ് അവിടെ സൂക്ഷിക്കേണ്ടത്? നമ്മൾ പോയാണോ അടിച്ച് വൃത്തിയാക്കേണ്ടത്? അതെ, നമ്മൾ ഓരോരുത്തരും കയറുമ്പോൾ അവിടെ വൃത്തിയാക്കി ഒക്കെ പോവുകയാണെങ്കിൽ എല്ലാവർക്കും അവിടെ അത് യൂസ് ചെയ്യാനും പറ്റും. അത് കംപ്ലീറ്റ് ക്ലീൻ ആയിട്ടും കിടക്കും. നിങ്ങൾ എന്തിനാ പബ്ലിക് ടോയ്ലറ്റിൻ്റെ കാര്യം പറഞ്ഞാൽ നമ്മുടെ സ്കൂളിലോട്ട് സ്കൂളിലെ ടോയ്ലറ്റ്സ് എങ്ങനെയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്? ഈവൻ നിങ്ങളുടെ ക്ലാസ് റൂം എങ്ങനെയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്? സ്കൂൾ ക്ലാസ് റൂമിലോട്ട് എന്നാൽ സ്കൂൾ എൻഡിങ് ആകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഭിത്തി നിറയെ എഴുതി വെച്ചിരിക്കുന്നത്, ഡെസ്കും ബെഞ്ചിലും മുഴുവൻ എഴുതി വെച്ചിരിക്കുന്നത്. നിങ്ങളത് ഓർക്കണം. അത് മെയിൻ്റനൻസ് വേണ്ടുന്ന പൈസ മുഴുവനും നമ്മുടെ മാനേജ്മെൻറ്റ് ഇവിടെ മുടക്കുന്നത് അത് നമുക്ക് വേണ്ടി മറ്റു പല കാര്യങ്ങൾ ചെയ്യാനുള്ള പൈസയാണ്. അപ്പം ഒരു രീതിയിലല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നിങ്ങളും ഈ പൊതുസമ്പത്ത് നശിപ്പിക്കുന്നതിന് നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മളുടെ ഉത്തരവാദിത്തമാണ് ഇതൊക്കെ സംരക്ഷിക്കുക. നിങ്ങളിതെല്ലാം നശിപ്പിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ഓർക്കണം. പഴയ തലമുറ നിങ്ങൾക്ക് വേണ്ടി കാത്തുവെച്ച പലതുമാണ് നമ്മളിന്ന് യൂസ് ചെയ്യുന്നത്, നമ്മളിന്ന് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട് അടുത്ത തലമുറയ്ക്ക് വേണ്ടി ഇവയെല്ലാം സംരക്ഷിച്ച് വെക്കുന്നതിന്. അത് നിങ്ങൾ ഓർക്കണം. അതുകൊണ്ട് അടുത്ത തലമുറ നിങ്ങൾ 10ാം ക്ലാസ് കഴിഞ്ഞ് പോകും, അല്ലെങ്കിൽ ഓരോ ക്ലാസ് റൂം 12th കഴിഞ്ഞ് പോകും. അപ്പോഴൊക്കെ ഓരോ ബാച്ചുകാർ താഴെ വന്നുകൊണ്ടിരിക്കുക. നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് അറിയത്തില്ല. ഞാനും ഈ സ്കൂളിൽ പഠിച്ചു പോയതാണ്. അന്നത്തെക്കാളും എന്തുമാത്രം പ്രോഗ്രസ് ഈ സ്കൂളിൽ ഉണ്ടായിട്ടുണ്ടെന്നറിയാമോ? അന്ന് ഞങ്ങളും പല രീതിയിൽ ആഗ്രഹിച്ചിട്ടുണ്ട്. ആ ആഗ്രഹങ്ങളൊക്കെ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി നിറവേറ്റി തരുമ്പോൾ അവയൊക്കെ വേണ്ട രീതിയിൽ യൂസ് ചെയ്യേണ്ടത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അത് നിങ്ങൾ എപ്പോഴും യൂസ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ പുറത്തു പോകുന്ന ഇത് മാത്രമല്ല, നമ്മുടെ ജലം, നമ്മുടെ ഇലക്ട്രിസിറ്റി,
പിന്നെ പ്രകൃതി ഇവയൊക്കെ വൃത്തിയായിട്ടും ഭംഗിയായിട്ടും സൂക്ഷിക്കേണ്ടതും ഈ പൊതുമുതൽ സംരക്ഷണത്തിൻ്റെ ഭാഗം തന്നെയാണ്. അവയൊക്കെ യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കായലും കടലും നമ്മുടെ പരിസരങ്ങളും മലിനമാക്കപ്പെടുമ്പോൾ നമുക്ക് ജീവിക്കാനുള്ള, നമുക്ക് സ്വതന്ത്രമായി ജീവിക്കാനുള്ള, ഫ്രീ ആയിട്ട് ജീവിക്കാനുള്ള എല്ലാ അവസരങ്ങളും നമ്മൾ തന്നെ നഷ്ടപ്പെടുത്തുകയാണ്. അപ്പോൾ സാമ്പത്തികമായിട്ട് മാത്രമല്ല, നമ്മുടെ പ്രകൃതിയെയും നമ്മുടെ സമൂഹത്തെയും ഒക്കെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. അതെപ്പോഴും നിങ്ങൾ മനസ്സിലുണ്ടായിരിക്കണം. അതനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കണം. ഓക്കെ, എല്ലാവരും റെഡിയല്ലേ?